മനസ്സിലാവും. തീർച്ചയായും ശ്രീ എൻ ശ്രീകുമാറിലേക്ക് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീകുമാർ, പലതരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കേരളം വേദിയായിട്ടുണ്ട്. ഒരു പക്ഷേ ജനപ്രതിനിധി മരിച്ചു പോകുന്ന സാഹചര്യത്തിൽ, അതല്ല എങ്കിൽ സ്വന്തം പാർട്ടിയിൽപ്പെട്ട മറ്റൊരാൾക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞുകൊടുക്കുന്ന ഘട്ടത്തിൽ, ജനപ്രതിനിധി മറുകണ്ഠം ചാടുന്ന സാഹചര്യത്തിൽ ഒക്കെയുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ നിലമ്പൂരിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ PV അൻവർ രാജിവെക്കുന്നു, സർക്കാരിനെതിരെ രംഗത്ത് വരുന്നു. ഒരു പക്ഷേ PV അൻവർ ആയിരിക്കാം പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് അപ്പോഴെങ്കിലും കണക്കാക്കിയിരുന്നു. പക്ഷേ UDF മുന്നണിയോടൊപ്പം ചേർക്കാൻ അൻവറിനെ സമ്മതിച്ചില്ല. അങ്ങനെ ഒരു ചതുഷ്കോണ മത്സരത്തിന് നിലമ്പൂർ സാക്ഷിയായി. വലിയ തോതിലുള്ള വിധിയെഴുത്തായിരുന്നു. അതായത് വോട്ടർമാരുടെ ഒരു പെർസെൻറ്റേജ് പരിശോധിച്ചാൽ ജനാധിപത്യ ബോധത്തോടുകൂടി അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നത് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇപ്പോൾ വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. എന്തെല്ലാം ഘടകങ്ങളാണ് നിലമ്പൂരിൽ വർക്ക് ചെയ്യപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലെന്നാണ് താങ്കൾ പ്രഥമ ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുന്നത്? ഒന്നാമത്തെ കാര്യം അഭിലാഷേ, അവിടെ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള മത്സരമായിരുന്നു. ഒന്ന്, ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള UDFന്റെ നിലപാട്. രണ്ട്, ഒരു തരത്തിലുള്ള അജണ്ടയും ഇല്ലാതെ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഒരു പരീക്ഷണം നടത്തിയ CPM നിലപാട്. അതില് രണ്ടാമത്തെ നിലപാടോടെ പരാജയപ്പെട്ടുപോയി. ഇതാണ് സംഭവിച്ചത്. പിന്നെ അഭിലാഷ് പറഞ്ഞതുപോലെ PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കാൻ UDF ഉദ്ദേശിച്ചിരുന്നതായിട്ട് എന്റെ അറിവിലില്ല. കാരണം അദ്ദേഹം രാജിവെച്ച ശേഷം പറഞ്ഞത് ഇനി തെരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. അതേ UDFനൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആക്കിയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിഷമം. അപ്പൊ അദ്ദേഹം അതിനെ തീരുമാനിക്കുന്നത് അവർ ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഇപ്പൊ CPM ഇന്ന് മൂന്ന് നേതാക്കളുടെ പ്രതികരണം ഞാൻ കണ്ടു. ഒന്നവിടെ ദേശീയ ജനറൽ സെക്രട്ടറി ബേബി, ശ്രീ MA ബേബി. രണ്ട്, അവരുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ. മൂന്ന്, നമ്മുടെ സ്ഥാനാർത്ഥി സ്വരാജ്. ഇവരൊക്കെ പറഞ്ഞത് വ്യത്യസ്ത നിലപാടുകളാണ്. ശ്രീ MA ബേബി പറഞ്ഞത് അത് LDF മണ്ഡലമല്ല, UDF മണ്ഡലമാണ്. അത് ഇന്നല്ലല്ലോ തോന്നേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞത് മറ്റേ എവിടെയോ ഒരു സ്ഥലത്ത്, ഗുജറാത്തോ രാജസ്ഥാനോ, അവിടെ ആം ആദ്മിയാണ് മുന്നേറുന്നത്, അവിടെ ഭരണവിരുദ്ധ വികാരമാണ്. പക്ഷെ കേരളത്തിലോ അതിലുത്തരവില്ല. അപ്പൊ എന്നാൽ മറ്റുള്ള MV ഗോവിന്ദ മാഷ് പറഞ്ഞ എന്താ, പാർട്ടി സ്ഥാനാർത്ഥിയല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ ജയിച്ചത് 2 തവണ. അപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻവറിന് ഇത്തവണ കിട്ടിയ 19,000 വോട്ടും പാർട്ടിക്ക് കിട്ടിയ 66,000 ശിഷ്ട വോട്ടും കൂടെ ചേർന്നാൽ LDFനാണ് ഇവിടെ ഭൂരിപക്ഷം. അപ്പോൾ അവിടെ UDF തോറ്റു. ഇതൊക്കെ ജനം വിശ്വസിക്കുന്ന കണക്കാണോ? ഒരു തെരഞ്ഞെടുപ്പ് വന്നാല് ആരാ ജയിച്ചത്, എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്? 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. കഴിഞ്ഞ തവണ LDF എത്ര വോട്ടാണ് ജയിച്ചത്? 2,700. ശരി, സ്വതന്ത്രമായി മത്സരിപ്പിച്ചിട്ടാണ് ജയിച്ചത്. അപ്പൊ ഇത്തവണ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. അപ്പൊ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തി എന്തിനാണ്? ഗോവിന്ദ മാഷിന്റെ ഒരു ഇന്നത്തെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ അടിത്തറ വളരെ ശക്തമാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കാരുടെ സർവേ എടുക്കാനാണോ അരിവാഴ്ച നക്ഷത്രം അവിടെ കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ ആ സർവേ എടുക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കാം. 66,000 പാർട്ടി വോട്ട് അവിടെ ഉണ്ടെന്നുള്ളതായിരിക്കും മാർക്ക് കണക്കാക്കുന്നത്. പക്ഷെ CPI സമ്മതിക്കുമോ? ഇത് INL സമ്മതിക്കുമോ? ഇത് RJD സമ്മതിക്കുമോ? ഇത് കേരള കോൺഗ്രസിന്റെ അവിടെയുള്ള കൊച്ചു മാണിയുടെ ചെറിയ പ്രവർത്തകർ സമ്മതിക്കുമോ? അപ്പൊ പാർട്ടിക്ക് അവിടെ എങ്ങനെയാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ അവിടെ അന്ന് CPM പറഞ്ഞു പാർട്ടി അടിത്തറ ശക്തമാണെന്ന്. അതിനുശേഷം പുതുപ്പള്ളി കഴിഞ്ഞു, അന്നൊന്നും മിണ്ടിയില്ല. പക്ഷെ പാലക്കാട് കഴിഞ്ഞു, അവിടെയും മിണ്ടിയില്ല. ചേലക്കര പറഞ്ഞു അടിത്തറ ശക്തമാണ്, ഞങ്ങൾക്ക് ജയിച്ചു. അന്ന് പക്ഷേ 27,000 വോട്ട് കുറഞ്ഞു. അപ്പൊ ആ ശക്തിയോടെ പോയി. ഇപ്പൊ ദാ നിലമ്പൂര്. അപ്പൊ ഇത്രയും സ്ഥലത്ത് UDF ജയിച്ചു വന്നിട്ട് അവര് പറഞ്ഞ ഭരണവിരുദ്ധ വികാരമില്ല, പാർട്ടി അടിത്തറ ശക്തമാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 വർഷമായില്ലേ, ഇന്നേ വരെ അവിടെ എന്തുകൊണ്ട് തോറ്റു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞതൊക്കെ പാർട്ടി നേതാക്കളാണ്. മുഖ്യമന്ത്രി ഈ നിലമ്പൂരിലെ കാര്യത്തിൽ നീ ഉത്തരം പറയുമെന്ന് നമുക്കറിയില്ല. അല്ല, നിലമ്പൂരിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാതിരിക്കാൻ സാധിക്കുമോ ശ്രീകുമാർ? കാരണം നിലമ്പൂരിൽ മുഖ്യമന്ത്രി തന്നെയായിരുന്നല്ലോ ക്യാമ്പ് ചെയ്തത്. സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരെയും അവിടെ എത്തിച്ചു. CPIന്റെ സംഘടനാ സംവിധാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ച ഒരു തെരഞ്ഞെടുപ്പല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരില്ലേ? അത് അദ്ദേഹം പറയുന്നത് നോക്കാം. ഇവിടെ ഇപ്പൊ അഭിലാഷ് ചോദിച്ച ഈ പറഞ്ഞ അഭിലാഷിന്റെ അഭിപ്രായത്തിന് ഒരു ഉപോത്ബലകമായിട്ട് ആ ഒരു കാര്യം പറയാം. ഇന്ന് സ്വരാജിനോട് ചോദ്യം ചോദിച്ചു. സ്വരാജ് ഇങ്ങോട്ട് പറഞ്ഞു, എന്ത് ഈ ഭരണ വിരുദ്ധ ഗവൺമെന്റിന്റെ പദ്ധതികളൊന്നും
വേണ്ടത്ര ജനങ്ങൾ മനസ്സിലാക്കിയില്ല, ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണെന്ന്. അപ്പൊ പിന്നെ മുഖ്യമന്ത്രി പോയത് പരാജയമാണെന്നല്ല എന്റെ അർത്ഥം. ഗോവിന്ദ മാസ്റ്റർ പ്രചാരണം പരാജയമായിരുന്നു എന്നല്ലേ അർത്ഥം. അപ്പൊ CPM പറഞ്ഞത് ജനങ്ങൾ ഉൾക്കൊണ്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ജനങ്ങൾക്ക് ഇവരെ വിശ്വാസമില്ല. ഇത് ഇവരൊക്കെ തന്നെ ഇത് പറയുന്നത്. അതായത് അഭിലാഷേ, ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ജനങ്ങൾ വോട്ട് ചെയ്തു ഞങ്ങൾക്കെതിരായിട്ട്, ഞങ്ങൾ തോറ്റു, അതിന്റെ കാരണം ഞങ്ങൾ പരിശോധിക്കാമെന്ന് സ്ഥിരം ഒരു പല്ലവിയുണ്ട്. ഈ പരിശോധിക്കാമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാ വെച്ചാൽ ജനങ്ങൾ കളിയാക്കാതിരിക്കാനാണ്, അല്ലാണ്ട് പഠിക്കാനും പരിശോധിക്കാനൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അതിനെ ന്യായീകരിക്കുക. ഗോവിന്ദ മാഷ് പറഞ്ഞ ഒരു വോട്ട് അവിടെ നിപ്പുണ്ട്, സ്വരാജ് പറഞ്ഞ ജനങ്ങൾക്ക് ഉൾക്കൊണ്ടിട്ടുണ്ടായ സംശയമാണ്. പിന്നെന്താ പറഞ്ഞ ഗോവിന്ദ മാഷിന് പ്രസ്താവന ഉണ്ടായിരുന്നില്ല RSSന്റെ. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്വരാജിന്റെ ഇന്നത്തെ അഭിപ്രായം വളരെ പ്രസക്തമാണ്. അപ്പൊ അത് നെഗറ്റീവായിട്ട് ബാധിച്ചോ എന്ന് ചോദിച്ചപ്പോൾ നെഗറ്റീവായി ബാധിച്ചെങ്കിൽ നല്ലതാണെന്ന് അദ്ദേഹം പറഞ്ഞേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് നെഗറ്റീവായിട്ട് അവിടെ ബാധിച്ചു എന്നുള്ളത് തന്നെ ആയിരിക്കണമല്ലോ. അതിനർത്ഥം പാർട്ടി സെക്രട്ടറി അവിടെ നടത്തിയ അഭിപ്രായ പ്രകടനം പാർട്ടിക്കെതിരായി. അപ്പൊ ഇത് CPM-ന് നാളെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമാവില്ല. കൊല്ലം സമ്മേളനത്തിന് ശേഷം പാർട്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടി. അതിന്റെ കൂട്ടത്തിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവരുടെ അഭിപ്രായങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു. അത് പഴയ കാലത്ത് പാർട്ടിക്ക് അഭിലാഷ് ഓർഗനൈസേഷണൽ എത്തിക്സ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് പാർട്ടിയെ കുറിച്ച്. അതായത് പാർട്ടി ഒരു തീരുമാനം പറയുമ്പോൾ അത് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇന്നിപ്പോ ഗോവിന്ദം മാഷും സ്വരാജും MA ബേബിയും പറഞ്ഞ മൂന്ന് അഭിപ്രായം പാർട്ടി ഒരുമിച്ചെടുത്ത തീരുമാനമല്ലല്ലോ. അപ്പൊ എന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നില്ല. അതായത് PV അൻവറിന്റെ വോട്ടൂടെ കൂട്ടിയാൽ ഞങ്ങൾക്കാണ് അവിടെ ഭൂരിപക്ഷം എന്ന തരത്തിലാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. അപ്പൊ ഈ UDF-ന് കിട്ടിയ 2700 മറികടന്ന് 11,900 വോട്ട് കിട്ടിയതോ? ഇനി അതൊക്കെ പോട്ടെ, ഈ PV അൻവറിന്റെ 19,000-20,000 വോട്ടെന്ന് പറഞ്ഞല്ലോ, അത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്തുള്ള സംഭവമാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പില് UDF ആണെങ്കിലും LDF ആണെങ്കിലും അതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിലും ആ തെരഞ്ഞെടുപ്പല്ല ഇനി പൊതു തെരഞ്ഞെടുപ്പിന്. അതെ, അതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. മാത്രവുമല്ല